സന്തോഷത്തിലിരിക്കുന്നുണ്ട്. ചെയ്തിട്ട് എനിക്ക് ഇത്തിരി താങ്ക് യു മിസ്റ്റർ പ്രമോദ് ജി. ഇതാണ് നമ്മുടെ പിസോ 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 കലിപ്പ് കട്ട കലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യം നല്ല തണുപ്പാണ് കേട്ടാ. ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിയേക്കാണ് കേട്ടാ, ചുമ്മാ വെറുതെ ഒന്ന് കറങ്ങി വരാം. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും വല്ല ലഘു ഭക്ഷണങ്ങൾ. നമ്മൾ സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് ആദ്യത്തെ ലഘു ഭക്ഷണം കഴിക്കാന്ന് ആലോചിക്കുന്ന 100 രൂപയുടെ ബർഗർ കഴിക്കാനാണ് കേട്ടാ. നമ്മള് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത്. എന്നാലും ഒന്ന് ചുറ്റിയടിക്കുന്ന സൺഡേ ആണ് കേട്ടാ. പിന്നെ നമ്മൾ ലുലു പള്ളിയുടെ എടപ്പള്ളിപ്പള്ളിയുടെ ആ ഭാഗത്തേക്കൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഈ റൂട്ട് ഓടിച്ചു. ഇവിടെ നിന്ന് അധികം പേരെ കാണാനും ഇല്ലല്ലോ. ബർഗർ കിട്ടുമോന്ന് അറിയില്ല കേട്ടാ. 100 രൂപയുടെ ബർഗറാന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ സേതേട്ടാ? അടിപൊളി ബർഗറാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. എവിടെ എത്തി? സ്റ്റേഡിയത്തിൽ എത്തി. ഞാൻ കാണിച്ചു തരാം. ഈ രാത്രി പുറത്തിറങ്ങാന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു പ്രത്യേക തരം വൈബാണ്. ആ ബേക്കറി, അയ്യോ അപ്പൊ ആ 100 രൂപയുടെ ബർഗർ നല്ലതായിരുന്നു. അപ്പൊ അത് പോയി. അപ്പൊ ഇനി അടുത്തത് എന്താണോ ആർക്കറിയാം. ലഘു ഭക്ഷണമൊക്കെ ഇപ്പൊ പോയിട്ട് വ്ലോഗ് തന്നെ നിർത്തേണ്ടി വരുമോന്ന് അറിയില്ല. അവിടെ കൊറേ കണകുണൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. കൊറേ സാധനങ്ങൾ ഉണ്ട് അവിടെ, അതും ഇതൊക്കെ ഇട്ടൊക്കെ. പണ്ട് അവിടെ നിന്ന് കഴിച്ചേക്കണ ഏതാണെന്ന് അറിയോ? ആ സ്ഥലത്തുനിന്ന് ജ്യൂസാണ്, ഒരു ഓറഞ്ച് ജ്യൂസ്. എനിക്ക് എടുത്ത വേണ്ട, 49 രൂപ. അവിൽ മിൽക്ക് നമ്മള് ലാസ്റ്റ് കഴിക്കും. അത് വെച്ചാൽ അവിൽ മിൽക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സേതന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ തുരുതുരാന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാതെ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അടുത്തയിലേക്ക് പോകും. ടീച്ചർമാരൊക്കെ ഇങ്ങനെ സെന്റൻസ് എഴുതുമ്പോ ഫുൾ സ്റ്റോപ്പ് ഇല്ലാന്ന് തന്നെ വഴക്ക് പറയണ പോലെ ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോ ചില വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമുക്കത് എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റണില്ല. അതൊരു വലിയൊരു കാര്യം. അപ്പൊ ഞാൻ എല്ലാം ഇന്ന് നിർത്തി പറയാൻ വേണ്ടി പോവാണ്. എന്താ ചേട്ടാ? ഒന്നുമില്ലേ? അതെന്താ ഒരു പുച്ഛം? ഭയങ്കര തിരക്കാം. ഇവിടെ ഓംലേറ്റ് ഒക്കെയാണ് ഉള്ളത്. കടലക്കറി, കപ്പ, ബീഫ്. ആദ്യം വേണമെന്നുണ്ടായിരുന്നു. അതെന്താ ഇവിടെ ഇടയ്ക്കൊരു ഇത് വെച്ചേക്കണം, ഇങ്ങനെ ഒരു പുറകിലത്തെ വണ്ടിക്ക് ഡിസ്റ്റർബ് ആവും നമ്മളിങ്ങനെ പയ്യെ പോകുമ്പോ. ആ നമുക്ക് ദേഷ്യം വരും. കലിപ്പ് കട്ട കലിപ്പ് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒരു കടയിലല്ലേ ഇതേട്ടാ? ഞായറാഴ്ചയല്ലേ ശരിക്കും കടകൾ വേണ്ടത്? ഒന്നുമില്ല. മിക്കവാറും നമ്മളിന്ന് ലഘു ഭക്ഷണം ഒന്നും കഴിക്കാതെ വീട്ടിൽ പോകുന്നു. ഒന്നുമില്ല കേട്ടോ ഇതേട്ടാ. ഇവിടെയൊക്കെ കാറിങ്ങനെ വരിയായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്തിലിക്കാന്നറിയില്ല. ലോഡഡ് ഫ്രൈസ് ഒക്കെ കഴിക്കാനായിരിക്കും. പിന്നെ ഐസ്ക്രീം. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണല്ലോ ലഘു ഭക്ഷണം. ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ എത്തി നിക്കണ സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഈ വഴി പോയപ്പോ എന്നാ സ്റ്റുഡിയോയിൽ കയറാന്ന് വിചാരിച്ച് വെറുതെ നോക്കാം സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഫുൾ വൈറ്റ്. അതെടുത്ത വന്ന സേതന്റെ വീട്ടിലിടാൻ കുറച്ച് നിക്കർ നോക്കാന്ന് ഓർത്ത്. ഷോർട്സ്. ഇതിൽ കുറെ വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെന്താ ഷൂവിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇവിടെ. നല്ല ഷൂ ആണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് അല്ലേ? മഴയത്തൊക്കെ ഇടാൻ പറ്റിയ ക്ലോത്ത്സ് ഒക്കെ നല്ല രസമുണ്ട്. ഇപ്പത്തെ ഈ റെയിനി സീസണൊക്കെ വന്നതല്ലേ. ഇത് നമുക്കൊക്കെ പറ്റിയതാടാ. ഇതൊക്കെ നെയിൽ പോളിഷ് അല്ലേ? നെയിൽ പോളിഷാടാ. കണ്ട ഇതെന്താ കാജല് 79 rupees. ഇവിടുത്തെ നെയിൽ പോളിഷ് അടിച്ച പോകൂല. ആണല്ലേ? അച്ഛനെ കാണാനുണ്ടാ? എല്ലാരും ട്രൈ ചെയ്തിട്ടേക്കണം എനിക്ക്. അങ്ങനെ നമ്മള് സ്റ്റുഡിയോന്ന് ഇറങ്ങി. ഒരു സാധനം വാങ്ങാതെ ഇറങ്ങി.
നമ്മളങ്ങനെ ലഘു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കിട്ടണുണ്ടായില്ല. സ്റ്റേഡിയത്തിൽ നിന്നുള്ള ബർഗർ കഴിക്കാന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. അതെന്തായാലും ഫ്ലോപ്പായി. അതിനുശേഷം എന്നാ ബിക്കാഷ് ബാബുവിൽ വന്നിട്ട് ചാട്ടോ പാവ് ബജിയോ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചപ്പം അതും ഇല്ല, ബിക്കാഷ് ബാബു അവിടെ ഇല്ല. അപ്പൊ സേതുവിന് എന്താണെങ്കിലും ഒരു കട്ടിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നാണ് പറയണത്. അപ്പൊ നമ്മള് ഡോമിനോസ് ആണ് അതിൽ ചുമ്മാ ഡോമിനോസിൽ ചെന്നിട്ട് ഒരു പിസ്സ മേടിച്ചിട്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്ന് കഴിക്കാന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ എന്ത് കുഞ്ഞു പിസ്സയാണ് കേട്ടോ നമ്മൾ മേടിക്കണത്, ചെറുത്. കാരണം നമ്മൾ ഓൾറെഡി ഡിന്നറൊക്കെ കഴിച്ച് നമ്മള് അതെന്തായാലും അവിൽ മിൽക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം അങ്ങോട്ട് പോണം. സമയം ഇപ്പൊ 9:30 അപ്പം ചെയ്തന് കട്ടിക്ക് എങ്ങനെ രാത്രി വളരെ കുറവാണ് അങ്ങനെ. ചിലപ്പോ നമ്മള് ലുലുലൊക്കെ പോയി എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കുള്ളൂ. അപ്പം കട്ടിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറയും. മന്തിയൊക്കെ കഴിക്കാന്ന് പറയണ്ടായി വീട്ടിൽ നിന്നിട്ട്. ഞാനും ഞെട്ടി പോയി. ചെയ്തിട്ട് രാത്രിയൊന്നും മന്തിയൊന്നും കഴിക്കാനായിട്ടൊന്നും വലിയ ഞങ്ങളങ്ങോട്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയണം മന്തി കഴിച്ചാലോ എന്നൊക്കെ പറയും. പിന്നെ നേരത്തെ ഇത്തിരി കൂടെ നേരത്തെ ഒക്കെ ആണെങ്കിലേ കഴിക്കുള്ളൂ. എന്തായാലും വരട്ടെ, പിസ്സ നമുക്ക് നോക്കാം. പിന്നെ എന്റെ ഈ വർത്താനം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റോപ്പായി പറയണം. അങ്ങനെ ലച്ചുവിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, മുടി എങ്ങനെയുണ്ട് ലച്ചുവിന്റെ? ലച്ചു കണ്ടിട്ട് എന്നെ ഡ്രൈവ് ചെയ്ത് എന്നെ വീട്ടിലോട്ടാക്കാൻ വേണ്ടി പോണത്. ലച്ചു എനിക്ക് അവിൽ മിൽക്ക് കഴിക്കണം, ആ പൊട്ടി ശരിയാക്കാനാണ്. അയ്യോ വണ്ടി താഴൂല്ലേ. അപ്പൊ എന്നാ ലച്ചു കണ്ടാ ഡ്രൈവ് ചെയ്യണ വണ്ടി. ഓ ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. എന്താണ് കരുതിയിരിക്കുന്നത് ഇവിടെ. അപ്പൊ പിസ്സ ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് 10 മിനിറ്റ് ആയി. 20 മിനിറ്റ് പിടിക്കുന്നാണ്ടാ പറഞ്ഞേക്കണത്. അപ്പൊ നമ്മളിങ്ങനെ കാറിൽ വെയിറ്റ് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലായിരുന്ന? അപ്പൊ എന്താ അത് വേണ്ട വൈബല്ലേ? അച്ഛന് ഇത് വൈബ്. അപ്പൊ നമ്മളങ്ങനെ കഴിക്കാറില്ല അല്ലേ? നമ്മള് ലഘു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ പിസ്സ എന്താ കഴിക്കാൻ വേണ്ടി പോണത്. ചെറിയ പിസ്സ കേട്ടോ അല്ലെ? ഇനി അത് കഴിഞ്ഞ അവിൽ മിൽക്ക് കൂടെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവും. ആണോ? ലൈറ്റ് പിടിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ നല്ല പിസ്സ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. എവിടെ? നമ്മളിപ്പോ കാറിൽ തന്നെ ഇരുന്നാ കഴിക്കണേ. ഇവിടെ ഒരു കവർ എന്തെങ്കിലും ഉണ്ടോ? അവര് കവറിലാണ് തന്നേക്കണേ. ഇവിടെ താഴ്ത്തി പിടിച്ച ഇതാണ് നമ്മുടെ പിസ്സ. സേതേട്ടൻ മൈക്ക് വെക്കണ്ടാ? കഴിച്ചോ, നിങ്ങൾ ഫസ്റ്റ് എടുക്ക. അച്ഛനാണെന്ന് ഹെവി കഴിക്കാൻ താല്പര്യം. കഴിച്ചോ. എനിക്കിതൊന്നും വേണ്ട. മേ ബി വണ്ടിയില് വീഴ്ത്തരുതട്ടാ. എനിക്ക് ഒരു പീസ് മതി. എനിക്കൊരു പീസ് മതി. അച്ഛൻ 2 പീസ് കഴിക്കും. ലച്ചന്റെ ഒരു പീസ് മതിയാ? ഓ വണ്ടിയിൽ കേറി ഇപ്പൊ തൊട്ടോ ചൂടായിരിക്കുമല്ലോ. അത് കുഴപ്പമില്ല. നിന്റെ നിനക്ക് കണ്ടപ്പോ ചെയ്തിട്ട് എനിക്ക് ഇത്തിരി എന്റെ പിസയിൽ ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് തരുമോ? എന്റെ പീസില് പിസയുടെ ആളാണ് കേട്ടാ. രാത്രി എന്താ പറയാ അല്ലെ, ഫുഡും രാത്രിയല്ല ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ, കാറിലിരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടാ. വല്ലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു നല്ല ഫീലാണ്. താങ്ക് യു മിസ്റ്റർ പ്രമോദ് ജി. എനിക്ക് ടോപ്പിങ്സ് ഒക്കെ പിസ്സ കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ്സ ആണോ? അടിപൊളി. നല്ല രസമുണ്ട്. റോട്ടിലോട്ട് നോക്കിയിരുന്നു. നല്ല ഇതാ
Yeah. ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര ബോറടി പോലെയായിരുന്നു എന്തോ. ചെയ്തിട്ട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് എവിടെ പോണോ എന്നൊക്കെ ചോദിക്കണ്ട. പക്ഷെ പോണോന്നുണ്ട്, ഡ്രസ്സൊന്നും ചെയ്യാനായിട്ട് ഒരു മൂഡൊന്നും തോന്നണില്ല. പിന്നെ അങ്ങനെ ഒരുങ്ങിയപ്പോ ഒരു മൂഡായി. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് മാറും. എനിക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് മറന്നു. അപ്പൊ ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടാ. ഞങ്ങൾക്ക് പിന്നെ അടുത്ത സ്ഥലത്ത് എത്തുമ്പോ കാണാം. ലാസ്റ്റ് ബൈറ്റ് എടുത്ത് തീർത്ത്. അപ്പൊ നമ്മള് അവിൽ മിൽക്കൊക്കെ കുടിച്ച്, അല്ല സോറി ഒന്നും കൂടെ പറയാട്ടെ. ഞങ്ങളിപ്പോ പിസയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് കാർ എടുത്തു കേട്ടോ. ഇനി ചെയ്തിട്ടും പറയണ അവിടെ ജ്യൂസ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന്. 1 ലിറ്റർ അല്ലെ, അങ്ങനെയല്ലേ ഒരു തരിക. ഭയങ്കര എന്താ പറയാ അഫോർഡബിൾ പ്രൈസ് ആണെന്നാ പറയണത്. അതൊന്ന് ട്രൈ ചെയ്യാം. ഉണ്ടാവും അവിടെ. പിന്നെ അവിൽ മിൽക്ക് ലച്ചുവിന് മാത്രം വാങ്ങിക്കൊടുക്കുള്ളൂ ചെയ്തിട്ടും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് എനിക്കും വേണം, നമുക്ക് രണ്ടാൾക്ക് ഷെയർ ചെയ്യാം. പക്ഷെ ഞാൻ പറയണ ഫ്ലേവർ കഴിക്കണം. അതാണ് ഇന്നത്തെ എന്റെ റൂള്. കാരണം എനിക്ക് അത് ചെയ്തിട്ടും വാങ്ങണം, എനിക്ക് ഇഷ്ടപ്പെടൂല എപ്പോഴും. നീ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമുക്ക് ജ്യൂസ് കുടിക്കാൻ പോവാം. ഇതല്ലേ ഇപ്പോഴും ഉണ്ടാവോ ജ്യൂസൊക്കെ? വണ്ടി വരും കേട്ടോ, നോക്കി എടുക്കണേ. കണ്ട ഇതിൽ കൂടെ വണ്ടി എടുക്കാമോ? പോലീസ് ഉണ്ടെങ്കിൽ സമ്മതിക്കൂലായിരിക്കും. ഇവിടെ ഉണ്ടാ. ഓ മൈ ഗോഡ്, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ നിന്നാണോ കുടിക്കണേ? ഏതൊക്കെ ഉണ്ടായിരുന്നു? 1 ലിറ്റർ ഉള്ളു. നീ മൊത്തം ആളുകൾ ഗ്രേപ്പ് ലൈം ഒക്കെ ഉണ്ടായല്ലോ. ഗ്രേപ്പ് ഉണ്ടായല്ലോ. ഇതെന്താ നമ്മള് പറഞ്ഞേക്കുന്ന വാട്ടർമെലൺ ലൈമാണ് കേട്ടാ. 1 ലിറ്ററിന് 79 രൂപ. കൊറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ഗൂസ്ബെറി, പൈനാപ്പിൾ, ഗ്രേപ്പ്, മാംഗോ, അതുപോലെ കാര്യങ്ങളുണ്ട്. കൊറേ പേര് ഇത് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചൂട് അവിടെ ഇരുന്നോ വെച്ച് അല്ല. നമ്മൾ പണ്ട് ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കട്ട്ലേറ്റ്, പിന്നെ ഒരു അക്വേറിയം ഉണ്ട്. ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തണുപ്പുണ്ടാ? നല്ലതല്ലേ? നല്ലതാണോ? ഞാൻ കുടിക്കണെടുത്ത ഹീറ്റിന് പറ്റിയ സാധനം. ഭയങ്കര ഡ്രസ്സിനും അതിന് ഒരേ കളർ. സത്യം നല്ല തണുപ്പാണ് കേട്ടാ. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് അടി? നല്ലതാ. ഒരു എന്താ പറയാ ലൈമ് വന്നപ്പോഴേ നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അയ്യത് വേണോ, എനിക്ക് പൈനാപ്പിളും ഗ്രേപ്പും കുടിക്കാനായിരുന്നു ആഗ്രഹം. എന്നോട് ചോദിച്ചില്ല ഇവരെന്ത് ഫ്ലേവറാണ്. അച്ഛൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അത് തന്നെ. നല്ല കുഴപ്പമില്ല. ഈ ചൂടിന് പറ്റിയ ഡ്രിങ്കാണ്. അത് ഉച്ചക്കൊക്കെ കുടിക്കണം അല്ലേ? ഇതിന് 79 അല്ലേ? 89 ആണോ? പക്ഷെ മെനുവില് 79 ആണല്ലോ. 10 രൂപ. പാക്കിങ് പോവാനുള്ള പാക്കിങ് പോവാല്ലേ. നല്ലൊരു ഷോപ്പാട്ടാ. നിങ്ങൾ ഉച്ചക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും 1 ലിറ്റർ വാങ്ങിയല്ലേ സുഖമായിട്ട് വയറ് നിറച്ചിട്ട് പോവാം. നമ്മൾ അവിൽ മിൽക്ക് കുടിക്കാനായിട്ട് പോവാണ്ടാ. ഇത് ലാസ്റ്റ് സ്പോട്ട്. ലച്ചു ആണെങ്കിൽ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ നമ്മളിത് ഇവിടെ കേറാൻ പോവാം. പാട്ട് വന്നാലും ഇതൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും കേട്ടാ. റോസ് മിൽക്ക് മതിയാ? റോസ് മിൽക്ക് മതി. ഇത് വേണോ?
ടോം ഡോറ, കാൻഡി ക്രഷ്, സൂപ്പർ മാരിയോ. ഐസ്ക്രീം ഇല്ലാത്തത് ഇത് മതി ഇതാണോ ബോർബോൺ? ഭയങ്കര വലുതാണ്. സൂപ്പർ മാരിയോ. ഇത് സൂപ്പർ മാരിയോ കഴിക്കോ? ഞാനും ചെയ്തത് ഹാഫ് ഹാഫായി നീ മൊത്തം കഴിക്കൂലേ? എനിക്ക് തോന്നല്ലേ ഫുള്ള്. ഞാനല്ല വന്നപ്പോ സ്പെഷ്യൽ എന്താ എന്റെ പേര് പറഞ്ഞല്ലോ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലച്ചു കലൂരു എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. അപ്പൊ ഞാൻ ചെയ്തത് വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്താണ് വീണ്ടും ഓർഡർ ചെയ്യണം. ചെയ്തത് ബൂസ്റ്റ് എന്താണ്ടൊക്കെ. സ്പെഷ്യൽ ഫ്രൂട്ട് ആണ്. അല്ല ഫ്രൂട്ട് അല്ല, മെലോസ്റ്റ സ്പെഷ്യൽ വൈറ്റ്. സ്പെഷ്യൽ വൈറ്റ്, അതായത് അതിന് വരുന്നത് വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഐസ്ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചെയ്തിട്ട് ഒരു ബൂസ്റ്റിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്നിട്ട് എന്റെ ഇടക്കിടക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് അത് കഴിക്കാൻ കുട്ടിയായിട്ടുണ്ട്. ലച്ചു ഞാൻ അക്ഷരം വിശക്കണില്ല, ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ട്. ചെറുതാ നിന്റെ ഇഷ്ടപ്പെട്ടല്ലോ? ഇനി അത് കൊള്ളാല്ല. എന്താ ഇട്ടേക്കണത് അതിന്റെ മുഖത്ത്? മാഷ്മലയാണ് കേട്ടോ അതിന്റെ മുകളിൽ ഇട്ടേക്കണം. അക്കം കൊതികളാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. അടിപൊളി. ഇതാണ്ടോ നമ്മുടെ അത് കളയല്ലേ ഫുള്ളിങ്ങനെ മിക്സ് ആക്കല്ലേ കേട്ടാ. നേരത്തെ ബൂസ്റ്റ് മേടിക്കാൻ ഞാൻ എന്തേ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒരു മാഷ്മെല്ലോ കൂടി കഴിക്കണേ. അതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കുഴപ്പമില്ല, എനിക്ക് മാഷ്മെല്ലോ അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇതാ ഇഷ്ടപ്പെടാം. ചെയ്തിട്ടൊന്നും മിണ്ടണില്ലല്ലോ. ഇത് ചോക്ലേറ്റ് ആണ് പറയപ്പെടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ലച്ചു മേടിച്ചേക്കുന്നത് മെല്ലോ സ്റ്റാർ ആണ്. ഞാനും ചെയ്തത് മേടിച്ചെന്താണ് സ്പെഷ്യൽ വൈറ്റ്. അഭിമിൽക്ക് അടിപൊളിയായിരുന്നു കേട്ടാ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ സൺഡേത്തെ വിശേഷങ്ങൾ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരം ബൈ രാഗി വരാം. ബൈ.